ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായ പഴംപൊരിയാണ്. ഈ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുമാത്രവുമല്ല, ഗോതമ്പ് പൊടിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പഴംപൊരി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പഴംപൊരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമായിരിക്കും പഴംപൊരിക്ക് കൂടുതൽ നല്ലത്. ഞാൻ ഇതുപോലെ ഒരു പഴം 3 തിന്നായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്. പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 6 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് കൂടുതൽ ലൂസാവാനും പാടില്ല, കൂടുതൽ കട്ടിയാകാനും പാടില്ല. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ശർക്കരപ്പാനിക്ക് പകരം 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പാകം മതിയാകും. പഴം മുക്കിയെടുക്കുമ്പോൾ മാവ് അതിൽ കോട്ട് ചെയ്തിരിക്കത്തക്ക രീതിയിലുള്ള ഒരു പാകത്തിനാണ് നമ്മളിവിടെ മാവ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ മാവിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാവ് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ എല്ലായിടത്തും സ്പ്രെഡായി കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ പഴം പീസസും ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പഴംപൊരിയുടെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. പഴംപൊരിയുടെ അകത്തെ പഴമെല്ലാം സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴംപൊരിയെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഓയിലിൽ നിന്ന് മാറ്റാം. ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള പഴംപൊരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.